ബീഹാർ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടെ വോട്ടർമാർ. പോളിംഗ് 64.66%. ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിജയപ്രതീക്ഷാവാദവുമായി എൻഡിഎയും ഇന്ത്യ മുന്നണിയും രംഗത്ത്. ബീഹാറിൽ എൻഡിഎ തരംഗമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രം തിരുത്തി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ്. 121 മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 64.66% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇത് ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2020 ഒന്നാം ഘട്ട പോളിംഗ് 56.7% മാത്രമായിരുന്നു. പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് നേട്ടമാണെന്ന അവകാശവാദവുമായി എൻഡിഎയും ഇന്ത്യ മുന്നണിയും ഒരുപോലെ രംഗത്തെത്തിയിട്ടുണ്ട്. എൻഡിഎ വൻ ലീഡാണ് ആദ്യഘട്ടത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിലും എൻഡിഎ തരംഗം എല്ലായിടത്തും ദൃശ്യമാണെന്നും പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചു. അതേസമയം ബീഹാറിൽ സർക്കാർ രൂപീകരിക്കുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പ്രകടിപ്പിച്ചത്. ആർജെഡിയുടെ തേജസ്വി യാദവ്, ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൌധരി, വിജയ് കുമാർ സിൻഹ കൂടാതെ നിരവധി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ മത്സരരംഗത്തുള്ളതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഭരണകക്ഷിയായ എൻഡിഎക്കും പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിനും ഒരുപോലെ നിർണായകമായിരുന്നു. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യമാണ് ആദ്യഘട്ട മണ്ഡലങ്ങളിൽ മുൻതൂക്കം നേടിയത്. 121-ൽ 63 സീറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ എൻഡിഎ സഖ്യം 55 സീറ്റുകളാണ് നേടിയത്. 11-ന് നടക്കുന്ന രണ്ടാം ഘട്ടം വോട്ടെടുപ്പിൽ 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത്. 14-നാണ് വോട്ടെണ്ണൽ. ഒന്നാം ഘട്ടത്തിൽ 3.75 കോടി വോട്ടർമാരായിരുന്നു വിധി എഴുതേണ്ടിയിരുന്നത്. ബെഗുസരായ് ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ആയ 67.32% രേഖപ്പെടുത്തിയത്. തൊട്ടുപിന്നാലെ സമസ്തിപൂർ 66.65, മധേപുര 65.74 എന്നീ ജില്ലകളുമുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ ചില മണ്ഡലങ്ങളിൽ 5 വരെയാണ് വോട്ടെടുപ്പ് നടന്നത്. ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹയുടെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണം ഉൾപ്പെടെയുള്ള ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ, മന്ത്രിമാരായ സാമ്രാട്ട് ചൌധരി, വിജയ് കുമാർ സിൻഹ, ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും ആർജെഡി നേതാവുമായ തേജസ്വി യാദവ്, കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ്, രാജീവ് രഞ്ജൻ സിംഗ് തുടങ്ങിയ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്ന തേജസ്വി യാദവ് മത്സരിക്കുന്ന രാഘോപൂർ, ബിജെപിയുടെ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി മത്സരിക്കുന്ന താരാപൂർ ഉൾപ്പെടെ 121 മണ്ഡലങ്ങളിലായി 1314 പേരാണ് മത്സര രംഗത്തുള്ളത്. 122 പേർ സ്ത്രീകളും ജൻ സുരാജ് പാർട്ടിക്ക് വേണ്ടി ഫോറയിൽ നിന്നും മത്സരിക്കുന്ന പ്രീതി കിനാർ ട്രാൻസ്ജെൻഡറുമാണ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തി തയ്യാറാക്കിയ പട്ടികയാണ് വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്നത്. ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പ് മന്ദഗതിയിലാക്കുക എന്ന ഉദ്ദേശത്തോടെ മഹാഗഠബന്ധൻ ശക്തമായ ബൂത്തുകളിൽ ഇടയ്ക്കിടെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നുവെന്ന് പ്രതിപക്ഷമായ ആർജെഡി എക്സ് പോസ്റ്റിൽ ആരോപിച്ചു. മന്ദഗതിയിലുള്ള വോട്ടെടുപ്പ് മനഃപൂർവ്വമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കൃത്രിമത്വം മനസ്സിലാക്കണമെന്നും ഉടനടി നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ആരോപണം പൂർണ്ണമായും അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ബീഹാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രതികരിച്ചു. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടെടുപ്പ് സുഗമമായി നടക്കുന്നു. വോട്ടെടുപ്പ് പ്രക്രിയ നീതിയുക്തവും സുതാര്യവും തടസ്സമില്ലാത്തതുമാണെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളുകളും പാലിക്കുന്നുണ്ടെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണത്തിന് അടിസ്ഥാനമില്ലെന്നും ഓഫീസ് പറഞ്ഞു. ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹയുടെയും ആർജെഡിയുടെ MLC അജയ് കുമാറിന്റെയും വാഹനവ്യൂഹങ്ങൾ നേർക്കുനേർ വന്നപ്പോഴാണ് സംഘർഷമുണ്ടായത്. വാഹനവ്യൂഹത്തിന് നേരെ കല്ലേറുണ്ടായി. സ്വന്തം മണ്ഡലമായ ലഖിസാരയിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. ഉച്ചയോടെയാണ് ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം തടയുകയും കല്ലുകളും ചെരുപ്പുകളും എറിയുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത്. ആക്രമണത്തിന് പിന്നിൽ ആർജെഡി ഗുണ്ടകളാണെന്നാണ് സിൻഹയുടെ ആരോപണം. വോട്ടെടുപ്പ് ദിനത്തിൽ പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. കൂടാതെ മാഞ്ചി മണ്ഡലത്തിലും സിറ്റിംഗ് MLAയും CPM സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ സത്യേന്ദ്ര യാദവിന്റെ വാഹനത്തിന് നേരെയും ആക്രമണമുണ്ടായി. കല്ലേറിൽ കാറിന്റെ ചില്ലുകൾ തകർന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ 11 മണ്ഡലങ്ങളിൽ സൗഹൃദ പോര് നടക്കുന്നത് പ്രതിപക്ഷ കക്ഷികളുടെ സഖ്യമായ മഹാഗഠബന്ധനെ വലയ്ക്കുന്നുണ്ട്.
12 സീറ്റുകളിലേക്ക് വരെയാണ് മുന്നണിയിലെ തന്നെ ഒന്നിലേറെ കക്ഷികൾ പത്രിക നൽകിയിരിക്കുന്നത്. സീറ്റ് വീതം വെക്കലിലെ അതൃപ്തിയാണ് തമ്മിലടിയിലേക്ക് നീങ്ങിയത്. ഘടക കക്ഷികളുടെ സീറ്റിൽ ഗണ്യമായ കുറവ് വന്നതാണ് സൗഹൃദ മത്സരത്തിലേക്ക് നയിച്ച പ്രധാന കാരണം. കഴിഞ്ഞ തവണ വോട്ടുകൾ ചിതറാൻ കാരണമായ LJP ഘടകം ഇല്ല എന്നത് NDAക്ക് ആശ്വാസം പകരുന്ന വസ്തുതയാണ്. എന്നാൽ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി മത്സരിക്കുന്നത് ഇരു മുന്നണികൾക്കും വോട്ട് നഷ്ടമാക്കുമെന്ന ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ഈ പ്രതികൂല സാഹചര്യങ്ങൾ ഉള്ളപ്പോഴും സൗഹൃദ മത്സരങ്ങൾ ഒഴിവാക്കാൻ മഹാഗഠബന്ധനിലെ കക്ഷികൾ മനസ്സുവച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം.